പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് അഥവാ ആരാധനാലയ നിയമം അങ്ങനെയൊന്ന് കേട്ടിട്ടുണ്ടോ? എന്നാൽ അങ്ങനെയൊന്നുണ്ട്. തൃശ്ശൂരിലെ പാലയൂർ പള്ളി ശിവക്ഷേത്രമായിരുന്നുവെന്ന് ഹിന്ദു ഐക്യ നേതാവ് RV ബാബു കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ആർത്തുങ്കൽ പള്ളി ക്ഷേത്രമായിരുന്നുവെന്ന് RSS സൈദ്ധാന്തികൻ TJ മോഹൻദാസ് പറഞ്ഞതും എയറിലുണ്ട്. കാശി ഗ്യാൻവാപി മോസ്കും മധുര ഷാഹി ഈദ്ഗാഹ് മോസ്കും ഇതിനോടകം തന്നെ വർഗീയ രാഷ്ട്രീയം അടിത്തറ മാന്തിയിട്ടുണ്ട്. ക്രിസ്ത്യൻ പള്ളിയുടെ അടിയിൽ അമ്പലമുണ്ട്, അതുകൊണ്ട് അത് പൊളിക്കണമെന്നും മുസ്ലിം പള്ളി പൊളിച്ച് അമ്പലം പണിയണമെന്നും ഒക്കെയുള്ള വാദപ്രതിവാദം മുറുകുമ്പോൾ സെക്യുലർ ഇന്ത്യക്ക് ആശ്വാസം നൽകിയിരുന്ന പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ടിനെ നമുക്ക് മറന്നു കളയാൻ സാധിക്കില്ല. എന്താണ് പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട്? PV നരസിംഹറാവു ഗവൺമെന്റ് ആണ് ആരാധനാലയങ്ങൾ സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ നിലനിന്നതിൽ നിന്നും മാറ്റുന്നത് ഫ്രീസ് ചെയ്തുകൊണ്ട് പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് പാസ്സാക്കിയത്. ഈ നിയമം വ്യവസ്ഥ ചെയ്യുന്നത് ഇങ്ങനെയാണ്: നോ പേഴ്സൺ ഷാൾ കൺവേർട്ട് എനി പ്ലേസസ് ഓഫ് വർഷിപ്പ് ഓഫ് എനി റിലീജിയസ് ഡിനോമിനേഷൻ ഇൻ ടു വൺ ഓഫ് എ ഡിഫറെന്റ് ഡിനോമിനേഷൻ ഓർ സെക്ഷൻ. അതായത് ഒരു വ്യക്തിയും ഒരു മതസമുദായത്തിന്റെ ആരാധനാലയങ്ങളും മറ്റൊന്നായി പരിവർത്തനം ചെയ്യാൻ സാധിക്കുന്നതല്ല. 1947 ഓഗസ്റ്റ് 15 ഒരു ഹിന്ദു ക്ഷേത്രം എങ്ങനെയായിരുന്നോ, ഒരു മുസ്ലിം പള്ളി എങ്ങനെയായിരുന്നോ, ഒരു ക്രിസ്ത്യൻ ചർച്ച് അല്ലെങ്കിൽ ഒരു ബുദ്ധ വിഹാരം എങ്ങനെയായിരുന്നോ അതിനെ അതുപോലെ തന്നെ തുടരാൻ അനുവദിക്കണം. അതിൻ്റെ റിലീജിയസ് ക്യാരക്ടർ മറ്റൊന്നായി പരിവർത്തനം ചെയ്യുന്നത് നിയമവിരുദ്ധമാണെന്ന്. ഈ നിയമത്തിലെ വ്യവസ്ഥ അനുസരിച്ച് ഈ നിയമം പ്രാബല്യത്തിൽ വരുന്നതോടെ ഇന്ത്യൻ കോടതികളിൽ ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള എല്ലാ വ്യവഹാരങ്ങളും സ്വമേധയാ തന്നെ റദ്ദാവുന്നതാണ്. ഇതിൽ എക്സെപ്ഷനായി ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരേ ഒരു കേസ് എന്നത് ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ടതാണ്. അതായത് ഈ കേസിൽ മാത്രം ഈ നിയമം ബാധിക്കുകയില്ല എന്ന്. ഷാഹി ഈദ്ഗാഹ് പള്ളിയുമായും ഗ്യാൻവാപി മോസ്കുമായും ബന്ധപ്പെട്ട കേസൊക്കെ പിന്നെ എങ്ങനെ കോടതിയിലെത്തിയെന്ന് ചോദിച്ചാൽ അത് നിയമനിർമ്മാതാക്കൾ പോലും ചിന്തിച്ചിട്ടില്ലാത്ത ലൂപ്പ് ഹോളുകളിലൂടെയാണ് എത്തിയത്. അതായത് കേസിലെ ഹിന്ദു കക്ഷി മുസ്ലിം പള്ളിയിൽ പൂജിക്കാനുള്ള അവകാശമാണ് ചോദിക്കുന്നത്. അതുവഴി ആരാധനാലയത്തിന്റെ സ്വഭാവം മാറുന്നില്ലല്ലോ. പിന്നെ ഈ റിലീജിയസ് ക്യാരക്ടർ എന്താണ് എന്ന് നിയമം ഡിഫൈൻ ചെയ്യുന്നില്ലല്ലോ. തെളിവുകൾക്കല്ലേ റിലീജിയസ് ക്യാരക്ടർ പ്രൂവ് ചെയ്യാൻ കഴിയുള്ളൂ എന്നൊക്കെയാണ് കേസുകളിൽ കീഴ്ക്കോടതികളും കക്ഷികളുമൊക്കെ ഉന്നയിക്കുന്നത്. നിലവിലെ ഇന്ത്യയിൽ പാരഡോക്സിക്കലായി അല്ലെങ്കിൽ വൈരുദ്ധ്യാത്മകമായി നിലവിലുള്ള ചിലപ്പോൾ റദ്ദായി പോകാവുന്ന ഒരു തമാശയാണ് പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട്. 1992 അയോധ്യയിൽ നടന്നതുപോലെയുള്ള ഹൊററുകൾ ഇന്ത്യയിൽ ആവർത്തിക്കാതിരിക്കാൻ നിലവിൽ വന്ന നിയമമാണ് പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട്. പക്ഷെ എന്ത് ചെയ്യാൻ, ഇന്ത്യയായി പോയില്ലേ വൈരുദ്ധ്യങ്ങളുടെ ഇന്ത്യ.